ഉമേഷിലേക്ക് കൂടി നമുക്ക് ഒരു തവണ പോകാം. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനിടെ ആ കപ്പലിലെ കൂടുതൽ ഭാഗങ്ങൾ കത്തുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. ഏറ്റവും ആദ്യം ഈ ദൃശ്യങ്ങൾ കൈരളി ന്യൂസിലൂടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. വലിയ പ്രതിസന്ധി രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടാകുന്നത് ഈ നിലയിൽ അപകടകരമായ സ്ഫോടക വസ്തുക്കൾ അടക്കം ആ കപ്പലിലുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു. ഇപ്പോൾ അത്തരം ആശങ്കകളെ സാധൂകരിക്കുന്ന തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന്റെ വേളയിൽ കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ പടരുന്നു എന്നുള്ളതാണ്. ഉമേഷ് കൂടിയുണ്ട്. ഉമേഷ്, ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. മുൻപ് തന്നെ ഡോർണിയർ വിമാനങ്ങളാണ് കൂടുതൽ ദൃശ്യങ്ങൾ കപ്പലുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടത്. ഇപ്പോൾ ഇതാ നോക്കൂ, രക്ഷാപ്രവർത്തനത്തിനിടെ തന്നെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ പടരുന്നു. എത്രമാത്രം സങ്കീർണമായ സാഹചര്യമാണ്? അതിസങ്കീർണമാണ് കാര്യങ്ങൾ അസിത, അങ്ങനെ തന്നെ പറയാം. ഇതിപ്പോൾ ഈ കാണുന്ന ദൃശ്യം ഈ ഡോർണിയർ വിമാനത്തിൽ നിന്നുള്ളതാണ്. നാവികസേന തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏറെ ദുഷ്കരമാണ്, ഏറെ വെല്ലുവിളി നിറഞ്ഞതാണ് അവിടുത്തെ ഈ കാര്യങ്ങൾ എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏറ്റവും ആശ്വാസകരം ഈ 18 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ സ്ഫോടനമുണ്ടായ സമയത്ത്, ഈ പൊട്ടിത്തെറി ഉണ്ടായി, തീപിടുത്തമുണ്ടായ ആ സമയത്ത് തന്നെ ഇവരെല്ലാം കടലിലേക്ക് ചാടിയിരുന്നു. ആ ചാടിയ അവരെല്ലാം പിന്നീട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ ഈ ദൗത്യത്തിൽ പങ്കാളിയായത് ഈ കോസ്റ്റ് ഗാർഡിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരം ആ സമീപത്തുണ്ടായിരുന്ന, ഈ അപകടം നടക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന, അതിന് പരിസരത്തേക്ക് ഉണ്ടായിരുന്ന ഒരു ചരക്ക് കപ്പൽ MV1 മാർവൽ എന്ന് പറയുന്ന ചരക്ക് കപ്പലിനോട് എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ തീരസംരക്ഷണ സേന നിർദ്ദേശം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരവിടെ എത്തി. ആ കപ്പലിലാണ് ഇവരെ ആദ്യഘട്ടത്തിൽ രക്ഷപ്പെടുത്തുന്നത്. ഇപ്പോൾ ആ 18 പേരെയും നാവികസേനയുടെ കപ്പലായ INS സൂറത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. INS സൂറത്ത് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് അവിടെ എത്തി എന്നുള്ളതാണ് പ്രതിരോധ വകുപ്പിൽ നിന്നും അറിയിച്ചത്. ആ സൂറത്തിലേക്ക് ഈ 18 പേരെയും സുരക്ഷിതരായി ആ കപ്പലിലേക്ക് കയറ്റി അവിടെ നിന്ന് മംഗലാപുരത്തേക്ക് പുറപ്പെടുകയും ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മംഗലാപുരത്തായിരിക്കും അവർക്ക് വേണ്ട തുടർ ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒപ്പം 4 പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളത് ഇപ്പോഴും ഒരു പ്രശ്നമായി തന്നെ അവശേഷിക്കുന്നു. അത് വിദേശികൾ തന്നെയാണ്, വിദേശ പൗരന്മാരാണ്. 2 തായ്വാൻകാരുണ്ട്, ഒരു മ്യാൻമാറുകാരൻ ഉണ്ട്, ഒരു ഇന്തോനേഷ്യക്കാരനുണ്ട്. ഈ 4 പേർ എവിടെയാണ് എന്ന് സംബന്ധിച്ചൊരു ഉത്തരം ഇതുവരെ വന്നിട്ടില്ല. അവർ ഈ കപ്പലിൽ തന്നെ എവിടെയെങ്കിലും ഉണ്ടോ അതോ കടലിലേക്ക് ചാടിയോ എന്ന കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല. അതിനുവേണ്ടിയാണ് പരിശോധനകൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത്. ഈ ഡോർണിയർ വിമാനത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വ്യക്തമാകും ഈ കപ്പലിനടുത്തേക്ക് പോകാൻ, ഈ കണ്ടെയ്നർ ഷിപ്പിനടുത്തേക്ക് പോകാൻ മറ്റ് കപ്പലുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. INS സൂറത്താണെങ്കിലും ഇതിനടുത്തേക്ക് എത്തിയിട്ടില്ല. പകരം ഈ ആദ്യം വന്ന ചരക്ക് കപ്പലിൽ നിന്ന് ചെറു ബോട്ടിലേക്ക് മാറ്റി പിന്നീടാണ് ഈ INS സൂറത്തിലേക്ക് അവരെല്ലാം കയറ്റിയത്. അത് പുറപ്പെടുകയും ചെയ്തു. ഇനി കോസ്റ്റ് ഗാർഡിൻ്റെ 6 കപ്പലുകൾ അവിടേക്ക് വരുന്നുണ്ട്. സജേത്, അർണവേഷ്, സമുദ്രപ്രഹരി, അഭിനവ്, രാജദൂത്, ഒപ്പം C-144 ഇങ്ങനെ 6 കപ്പലുകൾ തീരസംരക്ഷണ സേനയുടെ അവിടേക്ക് വരുന്നുണ്ട്. അവർ കൂടി പങ്കാളിയായി ഈ ദൗത്യം വിജയിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പരിശ്രമിക്കുന്നത്. അതേറെ ദുഷ്കരമാണ്. കാരണം അടുത്തേക്ക് ചെല്ലുന്തോറും കൂടുതൽ അവിടെ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. രാവിലെ തുടങ്ങിയതാണ് ഈ തീപിടുത്തം. പിന്നീട് 12:30 സ്ഫോടനം ഉണ്ടാകുന്നു. പിന്നീട് തുടരെ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോഴും അത് കൂടുതൽ കത്തി അമരുകയാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എങ്കിലും ഈ കൂടുതൽ കപ്പലുകളും നാവികസേനയുടെ തന്നെ ഒരു കപ്പൽ കൂടി വരുന്നുണ്ട്, INS സത്ലജ്. ഇപ്പോൾ INS സൂറത്താണ് വന്ന് ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത്. ഇനി INS സത്ലജ് കൂടി അവിടെ എത്താനുണ്ട്. അപ്പോൾ നാവികസേനയുടെ ഒരു കപ്പലും 6 കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലും, അങ്ങനെ 7 കപ്പലുകൾ ഇനി തുടർ ദൗത്യം നിർവഹിക്കും. ഒപ്പം ഈ ഡോർണിയർ വിമാനം നിരീക്ഷണവും നടത്തുന്നുണ്ട്. എവിടെയൊക്കെയാണ് ഈ കത്തുന്നത്, അല്ലെങ്കിൽ അത്തരം നിരീക്ഷണങ്ങൾ ഈ ഡോർണിയർ വിമാനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സഹായത്തോടെ ഇത് നിയന്ത്രിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം ഇപ്പോഴും ഈ സേനകൾക്കൊക്കെയുണ്ട്. ആ ദൗത്യമാണ് അവർ ഇപ്പോൾ തുടരുന്നത്.